BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പട്ടികയിൽ ഇടം പിടിച്ച ബിരിയാണി വിളമ്പാൻ ഫണ്ടില്ലാതെ സർക്കാർ നട്ടം തിരിയുകയാണ്. മെനു പരിഷ്കരിച്ചെങ്കിലും പണം മാറ്റിവെക്കാതിരുന്നാണ് പ്രതിസന്ധിയാക്കിയത്. ഫ്രൈഡ് റൈസും ബിരിയാണിയും മുട്ടയും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ അധ്യയന വർഷം മെനു പരിഷ്കരിച്ചത്. അതേസമയം പണം അനുവദിക്കാത്തതിനാൽ പരിഷ്കരണം മിക്ക സ്കൂളിലും നടപ്പിലായിട്ടില്ല. ഏത് ഭക്ഷണം നൽകണമെന്ന് സ്കൂളിലെ ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. വെജിറ്റബിൾ ബിരിയാണി, മുട്ടക്കറി, തേങ്ങാച്ചോറ്, ക്യാരറ്റ് ചോറ് എന്നിവ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടില്ല. നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ചോറും 2 കറിയും മാത്രമേ നൽകാനാവൂ. ആഴ്ചയിലൊരിക്കലായിരുന്നു ബിരിയാണി നൽകിയിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് മാസത്തിലൊരിക്കലാക്കാനാണ് സാധ്യത. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം 6.19 രൂപയും 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് 9.29 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റം കാരണം ഈ തുകയ്ക്ക് ചോറും കറിയും പോലും നൽകാനാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ സ്കൂളിലെയും ഉച്ചഭക്ഷണ സമിതികളാണ് വിഭവസമാഹരണം നടത്തി മെച്ചപ്പെട്ട ഭക്ഷണം നൽകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പിരിവെടുത്താണ് മിക്കയിടത്തും ഭക്ഷണം നൽകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.